ശ്രീ ശങ്കരാചാര്യ വിരചിതം ശിവാനന്ദലഹരി അർത്ഥസഹിതം പഠിക്കാം. വന്ദനശ്ലോകം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അന്വയഃ. യേന ചരാചരം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന തത്പദം ദർശിതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. യേന യാതൊന്നിനാൽ ചരാചരം ചരാചരാത്മകമായ അഖണ്ഡമണ്ഡലാകാരം ഈ അഖണ്ഡബോധമണ്ഡലം, അഖണ്ഡം സാന്ദ്രമായത്, ഇടമുറിയാത്തത് എന്നർത്ഥം. വ്യാപ്തം വ്യാപ്തമായിരിക്കുന്നുവോ. സംസ്കൃതത്തിൽ വിഷ്ണു എന്ന പദത്തിൻ്റെ അർത്ഥം എല്ലായിടത്തും വ്യാപ്തമായിരിക്കുന്നത്, വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ്. ഏന ഏതൊരാളാണോ തത്പദം, തത് എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്ന ആ ബോധമണ്ഡലത്തെ ദർശിതം അനുഭൂതമാക്കി തരുന്നത് തസ്മൈ ശ്രീ ഗുരവേ ആ ഗുരുവിനായിക്കൊണ്ട് നമഃ നമസ്കാരം. ശിവാനന്ദലഹരിയിലെ മൂന്നാമത്തെ ശ്ലോകം. ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. ഈ ശ്ലോകം ഇങ്ങനെ വായിക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് വായിക്കാം. ചേർത്ത് വായിക്കുമ്പോൾ സന്ധി, അക്ഷരങ്ങൾക്കിടയിലുള്ള സന്ധി വരും. അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവൻ ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. പദച്ഛേദം. ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരം ആദ്യം ത്രിനയനം ജടാഭാരോദാരം ചലത് ഉരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവം അതിവിഡംബം ഹൃദി ഭജേ. അടുത്തത് വാക്യവിശ്ലേഷണം. നമ്മുടെ ശ്ലോകത്തിലെ ക്രിയാപദങ്ങളെയും നാമപദങ്ങളെയും വേർതിരിച്ചെടുക്കാം. ക്രിയാപദം ഭജേ എന്നുള്ളതാണ്. ഇത് ഉത്തമ പുരുഷ ഏകവചന വർത്തമാനകാല പദമാണ്. ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ, ഞങ്ങൾ. മലയാള ഭാഷയിൽ ഏകവചനം ബഹുവചനം മാത്രമേ ഉള്ളൂ. സംസ്കൃത ഭാഷയിൽ ഏകവചനമുണ്ട്, ദ്വിവചനമുണ്ട്, ബഹുവചനമുണ്ട്. അഥവാ മലയാള ഭാഷയിൽ ഞാൻ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്കൃത ഭാഷയിൽ ഞാൻ, ഞങ്ങൾ രണ്ടുപേർ, ഞങ്ങൾ രണ്ടിൽ കൂടുതൽ ആളുകൾ, അങ്ങനെ 3 വചനമുണ്ട്. ഇതിൽ ഭജേ എന്നുള്ളത് ഏകവചനവും ഭജാവഹേ എന്നുള്ളത് ദ്വിവചനവും ഭജാമഹേ എന്നുള്ളത് ബഹുവചനവുമാണ്. മലയാള ഭാഷയിലെ ക്രിയാപദങ്ങൾക്ക് വചനമില്ല. ഉദാഹരണത്തിന്
ഞാൻ ഭജിക്കുന്നു എന്ന് പറയും, ഞങ്ങൾ ഭജിക്കുന്നു എന്ന് പറയും. ആ ഭജിക്കുന്നു എന്നുള്ള ക്രിയാപദത്തിന് വചനമില്ല. സംസ്കൃത ഭാഷയിൽ അങ്ങനെയല്ല. ക്രിയാപദത്തിനും ഏകവചനം, ദ്വിവചന, ബഹുവചനവുമുണ്ട്. ഭജേ, ഭജാവഹേ, ഭജാമഹേ എന്നുള്ളതാണ് ആ ക്രിയാപദത്തിൻ്റെ 3 വചനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു ശ്ലോകത്തിൽ ഭജേ എന്ന് കണ്ടാൽ അതിൽ അഹം അഥവാ ഞാൻ എന്നുള്ളത് അന്തർലീനമാണ്. ആ ശ്ലോകത്തിൽ അത് പറയണമെന്നില്ല. പറയാതെ തന്നെ ഭജേ എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അത് അഹം, ഞാൻ ഭജിക്കുന്നു എന്നാണ്. ഭജാവഹേ എന്ന് കണ്ടാൽ അതിൽ അന്തർലീനമായിരിക്കുന്നു 2 പേരാണ് ഭജിക്കുന്നത്. ഭജാമഹേ എന്ന് കണ്ടാൽ 2-ൽ കൂടുതൽ ആളുകൾ ഭജിക്കുന്നു എന്ന് അർത്ഥം. അത് ശ്ലോകത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും അത് നമ്മളത് ഗ്രഹിച്ചെടുക്കേണ്ടതാണ്. അടുത്തത് നാമപദങ്ങൾ നോക്കാം. ഇതിൽ നാമപദങ്ങളിൽ ഹൃദ്യം, ആദ്യം, ദേവം, മയി, ശിവം, ഹൃദി ഇത്രയും പദങ്ങൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം തന്നെ സമസ്ത പദങ്ങളാണ്. അതിൽ മയി, ഹൃദി ഈ 2 പദങ്ങൾ സപ്തമി വിഭക്തി ഏകവചന ശബ്ദങ്ങളാണ്. മയി എന്നുള്ളത് ദകാരാന്ത സർവനാമ അസ്മദ് ശബ്ദത്തിൻ്റെ സപ്തമി വിഭക്തി ഏകവചനവും ഹൃദി എന്നുള്ളത് ദകാരാന്ത പുല്ലിംഗ ഹൃദ് ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചന പദവുമാണ്. ഈ ശ്ലോകത്തിൽ ശിവം എന്നുള്ള അകാരാന്ത പുല്ലിംഗ ദ്വിതീയ വിഭക്തി ഏകവചന ശബ്ദത്തിൻ്റെ വിശേഷണങ്ങളാണ് ബാക്കിയുള്ള പദങ്ങളെല്ലാം തന്നെ. ശിവം എന്നുള്ളതിൻ്റെ ലിംഗം പുല്ലിംഗം, വിഭക്തി ദ്വിതീയ, വചനം ഏകവചനമായതിനാൽ വിശേഷണ ശബ്ദങ്ങളുടെയും ലിംഗം പുല്ലിംഗമായിരിക്കണം, ദ്വിതീയ വിഭക്തിയിലായിരിക്കണം, ഏകവചനമായിരിക്കണം. അഥവാ വിശേഷണ വിശേഷ്യത്തിൻ്റെ ലിംഗ വിഭക്തി വചനം ഒന്ന് തന്നെ ആയിരിക്കണം എന്ന് അർത്ഥം. നോക്കാം. ത്രൈവേദ്യം അതൊരു സമസ്ത പദമാണ്. അകാരാന്ത പുല്ലിംഗ, വേദ്യ ദ്വിതീയ ഏകവചനം, ഹൃദ്യം അകാരാന്ത പുല്ലിംഗ, ഹൃദ്യ ദ്വിതീയ ഏകവചനം, ത്രിപുരഹരം അകാരാന്ത പുല്ലിംഗ, ഹര ദ്വിതീയ ഏകവചനം, ആദ്യം അകാരാന്ത പുല്ലിംഗ, ആദ്യ ശബ്ദത്തിൻ്റെ ദ്വിതീയ വിഭക്തി ഏകവചനം, ത്രിനയനം അകാരാന്ത പുല്ലിംഗ, നയന ദ്വിതീയ ഏകവചനം, ജടാഭാരോദാരം അകാരാന്ത പുല്ലിംഗ, ദാര ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനം, ചലദുരഗഹാരം അകാരാന്ത പുല്ലിംഗ, ഹാര ദ്വിതീയ ഏകവചനം, മൃഗധരം അകാരാന്ത പുല്ലിംഗ, ധര ദ്വിതീയ ഏകവചനം, മഹാദേവം അകാരാന്ത പുല്ലിംഗ, മഹാദേവ ദ്വിതീയ ഏകവചനം, ദേവം അകാരാന്ത പുല്ലിംഗ, ദേവ ദ്വിതീയ ഏകവചനം, മയി ദകാരാന്ത സർവനാമ അസ്മദ് ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചനം. മയി എന്ന് പറഞ്ഞാൽ എന്നിൽ എന്നുള്ളതാണ് അർത്ഥം. സദയഭാവം അതും സമസ്ത പദമാണ്. അകാരാന്ത പുല്ലിംഗ, ഭാവ ദ്വിതീയ ഏകവചനം, പശുപതിം ഇകാരാന്ത പുല്ലിംഗ, പശുപതി ദ്വിതീയ ഏകവചനം, ചിദാലംബം അകാരാന്ത പുല്ലിംഗ, ആലംബ ദ്വിതീയ ഏകവചനം, സാംബം അകാരാന്ത പുല്ലിംഗ, അംബ ദ്വിതീയ ഏകവചനം, അതിവിഡംബം അകാരാന്ത പുല്ലിംഗ, വിഡംബ ദ്വിതീയ ഏകവചനം, ശിവം അകാരാന്ത പുല്ലിംഗ, ശിവ ദ്വിതീയ ഏകവചനം, ഹൃദി അത് ദകാരാന്ത പുല്ലിംഗ, ഹൃദ് ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചന പദമാണ്. അടുത്തത് അന്വയരചനയാണ്. നോക്കാം.
അടുത്തത് അന്വയരചന. അതിനു മുൻപായി ഓരോ പദത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് നോക്കാം. ക്രിയാപദം ഭജേ, അർത്ഥം ഞാൻ ഭജിക്കുന്നു. അഹം എന്ന് ശ്ലോകത്തിൽ കൊടുത്തിട്ടില്ല എങ്കിൽ കൂടിയും അത് അന്തർലീനമാണ്. ഞാൻ അഥവാ അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു, ഏകവചനമാണത്. ഞാൻ ആരെ ഭജിക്കുന്നു? ശിവം. ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളമൂർത്തി എന്നാണ്. ശിവം മംഗളമൂർത്തിയെ അഥവാ ശിവനെ ഭജിക്കുന്നു. ഇനിയും ശിവൻ്റെ വിശേഷണങ്ങളാണ് താഴെ വരുന്നതെല്ലാം. ഓരോന്നായി ചോദിക്കാം. എങ്ങനെയുള്ള ശിവനെ? ത്രൈവേദ്യം, 3 വേദങ്ങളാൽ അറിയത്തക്കവനായ മംഗളമൂർത്തിയെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? ഹൃദ്യം, മനോജ്ഞനായിട്ടുള്ള മംഗളമൂർത്തിയെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? ത്രിപുരഹരം, 3 പുരങ്ങളെയും ചുട്ടെരിച്ചവനായ മംഗളമൂർത്തിയെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? ആദ്യം, എല്ലാറ്റിനും ആദ്യനായിട്ടുള്ളവന്. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? ത്രിനയനം, 3 കണ്ണുകളോടു കൂടിയവനായിട്ടുള്ള മംഗളമൂർത്തിയെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? ജടാഭാരോദാരം, ജടാഭാരത്തിൽ അതിഗംഭീരനായിട്ടുള്ള ശിവനെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? ചലദുരഗഹാരം, ചലത്ത് ഉരഗഹാരം, ചലിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ ഇളകിക്കൊണ്ടിരിക്കുന്ന സർപ്പത്തെ ഹാരമാക്കിയവനായിട്ടുള്ള മംഗളമൂർത്തിയെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? മൃഗധരം, മാനിനെ ധരിച്ചവനായിട്ടുള്ള മംഗളമൂർത്തിയെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? മഹാദേവം, മഹാദേവനായിട്ടുള്ള മംഗളമൂർത്തിയെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? ദേവം. ദേവം എന്നുള്ള പദം ദിവ് എന്നുള്ള ഒരു ധാതുവിൽ നിന്നും പ്രത്യയം ചേർത്ത് കിട്ടുന്ന പദമാണ്. അതിൻ്റെ അർത്ഥം പ്രകാശസ്വരൂപനായി എന്നാണ്. ദേവം. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? സദയഭാവം, കരുണയോടു കൂടിയവനായിട്ടുള്ള മംഗളമൂർത്തിയെ. ആരിൽ കരുണയോടു കൂടിയവനായിട്ടുള്ള മംഗളമൂർത്തി? മയി, എന്നിൽ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? പശുപതിയും. പശു എന്നാൽ സംസ്കൃതത്തിൽ ജീവജാലങ്ങൾ എന്നാണ് അർത്ഥം. ജീവജാലങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന മംഗളമൂർത്തിയെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? ചിദാലംബം, സ്വരൂപജ്ഞാനത്തിന് സാധനഭൂതനായിരിക്കുന്ന മംഗളമൂർത്തിയെ. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? സാംബം, ഉമാസമേതനായിരിക്കുന്ന മംഗളമൂർത്തിയെ. അംബം ആണ് സാംബം. വീണ്ടും എങ്ങനെയുള്ള ശിവനെ? അതിവിഡംബം, പ്രപഞ്ചാനുസാരിയായിരിക്കുന്ന മംഗളമൂർത്തിയെ. എവിടെ ഭജിക്കുന്നു? ഹൃദയത്തിൽ ഭജിക്കുന്നു. അടുത്തത് അന്വയം രചിക്കാം. അന്വയഃ ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരം ആദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം അതിവിഡംബം ശിവം ഹൃദി അഹം ഭജേ. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. 3 വേദങ്ങളാൽ അറിയത്തക്കവനായി, മനോജ്ഞനായി, മുപ്പുരങ്ങളെയും ചുട്ടെരിച്ചവനായി, എല്ലാറ്റിനും ആദ്യനായി, മുക്കണ്ണനായി, ജടാഭാരത്താൽ അതിഗംഭീരനായി, ഇളകിക്കൊണ്ടിരിക്കുന്ന സർപ്പത്തെ ഭൂഷണമാക്കിയവനായി, മഹാദേവനായി, പ്രകാശസ്വരൂപനായി, എന്നിൽ കരുണയോടു കൂടിയവനായി, ജീവജാലങ്ങൾക്കെല്ലാം ആധാരമായി, സ്വരൂപജ്ഞാനത്തിന് സാധനഭൂതനായി, ഉമാസമേതനായി, പ്രപഞ്ച അനുസാരിയായിരിക്കുന്ന ആ
മംഗളവിഗ്രഹനെ ശിവനെ ഞാൻ ഹൃദയത്തിൽ ഭജിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനിയും ഒരു മംഗള ശ്ലോകത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മംഗളശ്ലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വേഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പദച്ഛേദഃ. ഓം സഹ നൗ അവതു സഹ നൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വി നൗ അധീതം അസ്തു മാ വിദ്വേഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. സഹ നൗ അവതു. ആ ഈശ്വരൻ നമ്മെ രണ്ടുപേരെയും ഗുരുവിനെയും ശിഷ്യനെയും ഒരുമിച്ച് സംരക്ഷിക്കുമാറാകട്ടെ. ഈ ദ്വിവചനത്തിന് സംസ്കൃത ഭാഷയിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഗുരു ശിഷ്യ ബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സംസ്കാരമാണ് ആർഷ സംസ്കാരം. അതുകൊണ്ട് തന്നെ പല ഉപനിഷത്ത് ശ്ലോകങ്ങളിലും ഈ ദ്വിവചനങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയും ഒരു ഗുരുവും ശിഷ്യനുമാണ്. ഈശ്വരൻ നമ്മെ രണ്ടുപേരെയും ഗുരുവിനെയും ശിഷ്യനെയും ഒരുമിച്ച് സംരക്ഷിക്കുമാറാകട്ടെ. സഹനൗ ഭുനക്തു. നമ്മെ രണ്ടുപേരെയും ഒരുമിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആവാം എന്നത് ശ്ലോകത്തിലില്ല. പക്ഷേ കരവാവഹൈ എന്നത് ഒരു ദ്വിവചന ക്രിയാപദം ആയതുകൊണ്ട് അതിൻ്റെ കർത്താവ് ദ്വിവചനം ആണ്. ആവാം എന്നതാണ് നാം രണ്ടുപേർ എന്നതിൻ്റെ കൊടുക്കുന്ന സംസ്കൃത പദം. ആവാം. ആവാം വീര്യം സഹ കരവാവഹൈ. നാം രണ്ടുപേരും ഒരുമിച്ച് വീര്യത്തെ സമ്പാദിക്കുമാറാകട്ടെ. നൗ അധീതം തേജസ്വി അസ്തു. നമ്മൾക്ക് ലഭിച്ച അറിവ് തേജസ്സുറ്റതായി തീരട്ടെ. ഇവിടെ നൗ എന്നത് ഷഷ്ടി വിഭക്തിയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾക്ക് എന്ന് വന്നത്. നൗ എന്നത് ദ്വിതീയ വിഭക്തിയിൽ ഉപയോഗിക്കാം, ചതുർത്ഥി വിഭക്തിയിൽ ഉപയോഗിക്കാം, ഷഷ്ടി വിഭക്തിയിൽ ഉപയോഗിക്കാം. അർത്ഥം മാറും. ദ്വിതീയ വിഭക്തിയിലാകുമ്പോൾ നമ്മെ രണ്ടുപേരെയും എന്നർത്ഥം. ചതുർത്ഥി വിഭക്തിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ രണ്ടുപേർക്കും വേണ്ടി അഥവാ നമ്മൾ രണ്ടുപേർക്കായിക്കൊണ്ട് എന്നർത്ഥം. ഷഷ്ടിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്നർത്ഥം. മാ വിദ്വേഷാവഹൈ. നമ്മൾ പരസ്പരം വിദ്വേഷിക്കാതിരിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. 3 തരത്തിലുള്ള ദുഃഖങ്ങൾക്കും ശാന്തി ഭവിക്കുമാറാകട്ടെ. ദുഃഖങ്ങൾ 3 വിധത്തിൽ: ആധിഭൗതികം, ആധ്യാത്മികം, ആധിദൈവികം. ആധിഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളിലുണ്ടാക്കുന്ന ദുഃഖം. ആധ്യാത്മികം നമ്മൾ സ്വയം നമ്മളിലുണ്ടാക്കുന്ന ദുഃഖം. ആധിദൈവികം ദേവതമാർ നമ്മളിലുണ്ടാക്കുന്ന ദുഃഖം. ഈ 3 ദുഃഖങ്ങളിൽ നിന്നും നമ്മൾക്ക് ശാന്തി ഭവിക്കുമാറാകട്ടെ എന്നതാണ് ഈ ഉപനിഷത്ത് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ചാനലിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഭാഷാപ്രേമികളിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി. നമസ്കാരാः. ഓം തത്സത്.